ഒരു ഫാമിലി ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫിസിഷ്യൻ ഒരാളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കറിയോ? ഹലോ, ദിസ് മീ ഡോക്ടർ എഡു. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന ട്രെൻഡാണ് എന്തിനും ഏതിനും ആദ്യമേ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെയോ ഒക്കെ കാണുക എന്നുള്ളത്. കാര്യങ്ങളൊന്നും വിശദീകരിച്ച് തരാനായി സമയം പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും പഠനങ്ങൾ കാണിക്കുന്നത് മറ്റൊന്നാണ്. ഒരു രോഗിക്ക് മരണസാധ്യത ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഒരേ ജനറൽ പ്രാക്ടീഷണറെ തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോഴാണെന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതും കാഷ്വാലിറ്റിയിലേക്ക് എമർജൻസി ആയി പോകേണ്ടി വരുന്നതും ആശുപത്രി ചിലവ് കുറയുന്നതുമൊക്കെ ഒരേ ജനറൽ പ്രാക്ടീഷണർ തന്നെ കുറേ തവണ കാണുമ്പോഴാണ്, കുറെ കാലം കാണുമ്പോഴാണ്. രോഗിയുടെ സാമ്പത്തിക നില നോക്കി അതിനനുയോജ്യമായ കൃത്യമായി മരുന്ന് എഴുതാൻ ഡോക്ടർക്ക് കഴിയും. എന്ന് മാത്രമല്ല, രോഗിക്ക് ഡോക്ടറുടെ മുകളിൽ നല്ല വിശ്വാസമുള്ളതുകൊണ്ട് കൃത്യമായ മരുന്ന് കഴിക്കുകയും ചെയ്യും. ഇതിനൊക്കെ ഒരു ഡോക്ടർ രോഗി ബന്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ രോഗവും നിങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, കുടുംബപരമായിട്ടുള്ള അവസ്ഥയൊക്കെ നോക്കി ആവശ്യമായുള്ള സമയത്ത് കൃത്യമായി ഏത് സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്ന് നിങ്ങളുടെ പേഴ്സണൽ ഫിസിഷ്യൻ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആരാണ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആരാണെന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നന്നായി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത് തരാൻ നിങ്ങളുടെ പേഴ്സണൽ ഡോക്ടർക്ക് ആകുന്നേ